മനോരമയോട് പറയാനുള്ളത്, സീ വോട്ടർ സർവേയുടെ ആളുകളോട് പറയാനുള്ളത്, നിങ്ങൾ നടത്തിയ ഈ സർവേക്കകത്ത് എന്തെങ്കിലും ഒരു ആത്മാർത്ഥതയുണ്ടെങ്കിൽ നിങ്ങൾ ആ മെറ്റാ ഡാറ്റ ഷീറ്റ് ഒന്ന് പുറത്തേക്ക് വിടണം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഈ സർക്കാരിനെ തങ്ങൾ മാറ്റിയിരിക്കും എന്ന് പ്രതിജ്ഞ ചെയ്തിട്ട് ഇറക്കിയിരിക്കുന്ന ആളുകളാണ് ഈ മലയാള മനോരമ എന്ന് പറയുന്നത്. ഈ തിരുവനന്തപുരം ജില്ലയ്ക്കകത്ത് 1 മുതൽ 3 സീറ്റുകൾ വരെ, അതായത് ഒരു സീറ്റ് കൺഫേം ആയിട്ട് പറയുന്നു, 1 മുതൽ 3 സീറ്റ് വരെ കൺഫേം ആയിട്ടും NDAക്ക് കിട്ടുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇത് ആരുടെ എടുക്കലാണ് ഇവർ പറയുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാകാത്തത്. വൈക്കം കോട്ടയത്ത് പെട്ടതാണ്, ചങ്ങനാശ്ശേരി കോട്ടയത്ത് പെട്ടതാണ്, കാഞ്ഞിരപ്പള്ളി കോട്ടയത്ത് പെട്ടതാണ്. ഈ സീറ്റുകളിലൊക്കെ LDFനെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ UDFന് സാധിക്കുമെന്ന് പറയുന്നത് എന്തൊരു വിഡ്ഢിത്തരമാണ്. ഇടുക്കിയും ദേവികുളവും ഉടുമ്പൻചോലയും ഏകപക്ഷീയമായിട്ട് ഞാൻ ഇപ്പോഴും നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും, അത് LDFന് അനുകൂലമായിട്ട് നിൽക്കുന്ന സ്ഥലം തന്നെയാണ്. കണ്ണൂർ എന്ന് പറയുമ്പോഴത്തേക്ക് പേരാവൂർ ഒരു പക്ഷേ എന്ന് മാത്രമേ പറയാൻ പറ്റൂ. ഇരിക്കൂർ, ഇതിനപ്പുറത്തേക്ക് മറ്റൊരു മണ്ഡലം പിടിക്കും എന്ന് കോൺഗ്രസ്സുകാർ കരുതുന്നുണ്ടെങ്കിൽ അത് വെറുതെ ഒരു കാൽക്കുലേഷൻ മാത്രമാണ്. നമസ്കാരം. മനോരമ ന്യൂസിന്റെ ഒരു പുതിയ തെരഞ്ഞെടുപ്പ് സർവേ ഫലം പുറത്തു വന്നിട്ടുണ്ട്. കേരളത്തിലൊരു UDF തരംഗമാണ് അവർ പ്രവചിക്കുന്നത്. ഇതിൽ ഒരു 80 സീറ്റുകളോളം വരെ UDFന്. ശ്രദ്ധേയമായ ഒരു കാര്യം, 5 സീറ്റുകൾ വരെ BJPക്ക് പ്രവചിക്കുന്നുണ്ട്. രസകരമായ മറ്റൊരു കാര്യം, 2016-ലും 2021-ലും ഇതുപോലൊരു UDF തരംഗം തന്നെയായിരുന്നു അവരുടെ പ്രവചിച്ചത്. മുഖ്യമന്ത്രി ഇതിനെതിരെ രംഗത്തും വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യത്തെ ഈ ഫലത്തെ എങ്ങനെ വിലയിരുത്തുന്നു? മലയാള മനോരമയും സീ വോട്ടറും ചേർന്ന് നടത്തിയിരിക്കുന്ന ഈ സർവേയെക്കുറിച്ച് ആദ്യം നമ്മൾ പ്രതികരിക്കുന്ന സമയത്ത് നമുക്ക് മലയാള മനോരമയോടും അതോടൊപ്പം തന്നെ സീ വോട്ടറിൻ്റെ ആളുകളോടും പറയാനുള്ളത്, മലയാളിയുടെ പൊതുബോധത്തെ അല്ലെങ്കിൽ സാമാന്യ ബോധത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള സർവേയുമായിട്ട് നിങ്ങൾ വരരുത്. ആദ്യത്തെ കാര്യം അതാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നടത്തിയിരിക്കുന്ന ഈ സർവേക്കകത്ത് എന്തെങ്കിലും ഒരു ആധികാരികത ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സർവേയുടെ ഒരു മെറ്റാ ഡാറ്റ ഷീറ്റ് പുറത്തേക്ക് വിടണം. കാരണം നിങ്ങൾ ഒരു നിയോജക മണ്ഡലത്തിൽ എത്ര ആളുകളെ കണ്ടു, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് എത്ര പേരുമായിട്ട് നിങ്ങൾ ക്വസ്റ്റ്യനെയർ വാങ്ങിച്ചു എന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു എക്സൽ ഷീറ്റാണ് ഈ മെറ്റാ ഡാറ്റ ഷീറ്റ് എന്ന് പറയുന്നത്. അതൊന്ന് പുറത്തു വിടാൻ വേണ്ടിയിട്ട് അവർ തയ്യാറാവണം. അതല്ലെങ്കിൽ കുറച്ച് ലക്ഷങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ആര് വേണമെങ്കിലും തട്ടിക്കൂട്ടി തരുന്ന ഒരു സർവേ കേരളത്തിലെ പൊതുസമൂഹത്തിന് മുമ്പിൽ വെച്ചിട്ട് അവരുടെ ആ ഒരു സാമൂഹ്യ ബോധത്തെ ചോദ്യം ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ ആ ഒരു സാക്ഷരതയെ തന്നെ ചോദ്യം ചെയ്യുന്നത് ഒരു ശരിയായിട്ടുള്ള രീതിയല്ല, അത് നല്ല ഒരു പ്രവണതയല്ല എന്ന് വേണം നമ്മൾ കാണാനായിട്ട്. മലയാള മനോരമയെ സംബന്ധിച്ചിട്ട് അവരുടെ ഒരു പ്രഖ്യാപിത നയം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഈ സർക്കാരിനെ തങ്ങൾ മാറ്റിയിരിക്കും എന്ന് പ്രതിജ്ഞ ചെയ്തിട്ട് ഇറക്കിയിരിക്കുന്ന ആളുകളാണ് ഈ മലയാള മനോരമ എന്ന് പറയുന്നത്. മലയാള മനോരമ ചാനൽ നടത്തിയിരിക്കുന്ന ഈ ഒരു സർവേ പ്രകാരം 69 മുതൽ 81 വരെ സീറ്റ് UDFനും, LDFന് 57 മുതൽ 69 വരെ സീറ്റുകളും, NDAക്ക് 1 മുതൽ 5 വരെ സീറ്റുകളുമാണ് ഇതിനകത്ത് പ്രഡിക്റ്റ് ചെയ്തേക്കുന്നത്. നമ്മളിതിനൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓരോ ജില്ലാ വൈസ് നമ്മൾ പോകുന്ന സമയത്തും നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഇപ്പോൾ തിരുവനന്തപുരം ജില്ല എടുക്കുകയാണെങ്കിൽ മൊത്തം 14 സീറ്റുകളാണുള്ളത്. ഈ 14 സീറ്റുകളിൽ UDFന് 2 മുതൽ 4 സീറ്റുകൾ വരെ പ്രവചിക്കുന്നു, LDFന് 8 മുതൽ 10 വരെ സീറ്റുകൾ പ്രവചിക്കുന്നു. നിലവിലത്തെ തിരുവനന്തപുരത്തിന്റെ ഒരു സാഹചര്യം വെച്ചിട്ട് സംഭവിക്കാൻ പോകുന്ന എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരുപക്ഷെ CP ജോണിന് അവിടെ വിജയസാധ്യതയുണ്ട് എന്ന് പറയുമ്പോഴും അവിടെ സുധീർ കരമനയുടെ സാന്നിധ്യം വലിയ വെല്ലുവിളിയാണ് UDFനെ സംബന്ധിച്ചിട്ട് ഉള്ളത്. ഇപ്പോൾ കൈവശം ഇരിക്കുന്ന കോവളം സീറ്റ് അത് നിലനിർത്താനായിട്ട് ഇവർക്ക് സാധിക്കത്തില്ല. കാരണം അവിടെയുള്ള സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് വളരെ പ്രഗത്ഭനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് ഇപ്പോൾ അവിടെ മത്സരിക്കുന്നത്. എനിക്ക് അദ്ദേഹത്തിൻ്റെ പേര് പെട്ടെന്ന് കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ കൈയിരിക്കുന്ന ഒരു സീറ്റ് കൂടി നഷ്ടപ്പെടാൻ സാധ്യതയുള്ള തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് 2 മുതൽ 4 സീറ്റുകൾ വരെ UDFന് കിട്ടും എന്ന് പറയുന്നത് വളരെ വലിയൊരു വിരോധാഭാസമാണ് എന്നതിനപ്പുറത്തേക്ക് വേറൊന്നും പറയാനില്ല. അതുകൂടാതെ തന്നെ ഈ തിരുവനന്തപുരം ജില്ലയ്ക്കകത്ത് 1 മുതൽ 3 സീറ്റുകൾ വരെ, അതായത് ഒരു സീറ്റ് കൺഫേം ആയിട്ട് പറയുന്നു, 1 മുതൽ 3 സീറ്റ് വരെ കൺഫേം ആയിട്ടും NDAക്ക് കിട്ടുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇത് ആരുടെ എടുക്കലാണ് ഇവർ പറയുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാകാത്തത്. അത് കഴിഞ്ഞ ശേഷം നമ്മൾ കൊല്ലത്തേക്ക് വരുന്ന സമയത്ത് കൊല്ലത്ത് മൊത്തമുള്ള 11 സീറ്റിൽ 4 മുതൽ 6 വരെ സീറ്റുകൾ ഇവർ പ്രൊഡിക്റ്റ് ചെയ്യുന്ന UDFനാണ്. LDFന് കിട്ടുക 5 മുതൽ 7 വരെ സീറ്റാണ്. കഴിഞ്ഞ പ്രാവശ്യം UDFനുണ്ടായിരുന്നത് കരുനാഗപ്പള്ളിയും കുണ്ടറയും മാത്രമാണ്. ഒരുപക്ഷെ ഇപ്രാവശ്യം ആ കൂടത്തിൽ ആഡ് ചെയ്യപ്പെടാൻ സാധ്യതയുള്ളത് ചവറയാണ്. ചവറയിൽ ഒരുപക്ഷെ കനത്ത മത്സരം നടക്കുന്നുണ്ട്. മറിച്ച് കൊല്ലം പോലെയുള്ള സീറ്റുകളിലൊക്കെ UDF വിജയിക്കും എന്ന ആരെങ്കിലുമൊക്കെ ഈ പൊതുസമൂഹത്തെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് വെറും വിഡ്ഢിത്തരം ആണ് എന്ന് നമുക്ക് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് വയ്യ. അവിടെ നമ്മൾ നേരെ ആലപ്പുഴയിലേക്ക് വരുന്ന സമയത്ത് ആലപ്പുഴയിൽ മൊത്തം
9 സീറ്റുകളാണുള്ളത്. അതിൽ 1 മുതൽ 3 വരെ സീറ്റുകൾ UDF പ്രവചിക്കുന്നു. അതോടൊപ്പം തന്നെ 6 മുതൽ 8 സീറ്റുകൾ വരെ LDF പ്രവചിക്കുന്നു. ഇതിനകത്ത് ആലപ്പുഴയിൽ നിലവിൽ കോൺഗ്രസിനുള്ള ഒരു സീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹരിപ്പാട് മാത്രമാണ്. അതുകൂടാതെ ഒരുപക്ഷെ മലയാള മനോരമ പറഞ്ഞിരിക്കുന്നതിനകത്ത് ആലപ്പുഴയും അതോടൊപ്പം തന്നെ കുട്ടനാടുമായിരിക്കും ഇവർ പ്രതീക്ഷകൾ വെച്ചു പുലർത്തുന്നത്. അതിനൊരു ന്യായീകരണമുണ്ട്, അത് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അതിന് ചില സാധ്യതകളുമുണ്ട് എന്ന് നമുക്ക് കാണാതിരിക്കാനും വയ്യ. പക്ഷെ അപ്പോഴും കുട്ടനാട്ടിലൊക്കെ നടക്കുന്ന കനത്ത മത്സരമാണ്. അവിടെ UDF സ്ഥാനാർത്ഥിക്കെതിരെ UDF അകത്തുനിന്ന് തന്നെ ഒരുപാട് പ്രതിഷേധങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉയർന്നു വരുന്ന ഒരു സ്ഥലമാണ് ഇപ്പോൾ ഈ കുട്ടനാട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കുട്ടനാട് സീറ്റും ആലപ്പുഴ സീറ്റും, ആലപ്പുഴയുടെ ചെറുപ്പക്കാരനായിട്ട് ഒരു TD തോമസ് എന്ന് പറയുന്നൊരു ചെറുപ്പക്കാരനായിട്ടുള്ള പയ്യനാണ് മത്സരിക്കുന്നത്. അപ്പം പക്ഷേ അവിടെയൊക്കെ ഈ ചിത്രഞ്ജനെ പോലെയുള്ള ഒരു ആളെയൊക്കെ തോൽപ്പിക്കാനുള്ള ഒരു ശേഷി ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ വളരെ സംശയമുണ്ട്. കാരണം വിപ്ലവത്തിന്റെ മണ്ണാണ് ഈ ആലപ്പുഴ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയൊക്കെ അത് സാധ്യമാകുമോ എന്നുള്ളത് വലിയ ചോദ്യചിഹ്നമായിട്ട് അവിടെ അവശേഷിക്കുന്നു. അവിടെ നിന്ന് പിന്നീട് നമ്മൾ കോട്ടയത്തേക്ക് വരുന്ന സമയത്ത് കോട്ടയത്ത് UDF മൊത്തമുള്ള 9 സീറ്റിൽ 7 മുതൽ 9 സീറ്റ് വരെ പ്രവചിക്കുകയാണ് UDF. അതായത് കംപ്ലീറ്റ് ആയിട്ടും UDF അവിടെ മുന്നേറ്റം ഉണ്ടാകും എന്നാണ് മലയാള മനോരമ പ്രവചിക്കുന്നത്. മലയാള മനോരമയുടെ ഹെഡ് ഓഫീസ് ഇരിക്കുന്നത് കോട്ടയത്താണ് എന്ന് വിചാരിച്ച് കോട്ടയത്തെ എല്ലാ സീറ്റുകളും UDF കിട്ടും എന്നൊക്കെ പറയുന്ന ഒരു വിഡ്ഢിത്തരം, അതിന് നമുക്ക് എങ്ങനെയെന്ന് പറയാൻ പറ്റുക? ഉദാഹരണത്തിന് വൈക്കം കോട്ടയത്ത് പെട്ടതാണ്, ചങ്ങനാശ്ശേരി കോട്ടയത്ത് പെട്ടതാണ്, കാഞ്ഞിരപ്പള്ളി കോട്ടയത്ത് പെട്ടതാണ്. ഈ സീറ്റുകളിലൊക്കെ LDF പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ UDF സാധിക്കുമെന്ന് പറയുന്നത് എന്തൊരു വിഡ്ഢിത്തരമാണ്. പൂഞ്ഞാറിൽ തോൽപ്പിക്കാൻ വേണ്ടി പറ്റുമോ? 4 സീറ്റ് ഇപ്പം തന്നെ നമുക്ക് എണ്ണി പറയാൻ വേണ്ടി പറ്റും. ഇനിയുമുണ്ട് സീറ്റുകളേറെ നമുക്ക് പറയാനായിട്ട്. പാലായിൽ കനത്ത മത്സരം നടന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ കനത്ത മത്സരം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏകപക്ഷീയമായിട്ട് 7 മുതൽ 9 സീറ്റുകൾ വരെ UDF നേടുമെന്നൊക്കെ അടിച്ചുവിടാനായിട്ടുള്ള ഒരു ആത്മവിശ്വാസം എന്ന് പറയുന്നത് ചാൾസ് ശോഭരാജിൽ മാത്രമേ ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ളൂ എന്നുള്ള ഒരു പഴമൊഴി ഉണ്ടല്ലോ, അതാണ് നമുക്ക് ഓർമ്മ വരുന്നത്. അവിടെ നമ്മൾ നേരെ ഇടുക്കിയിലേക്ക് വരുന്ന സമയത്ത് ഇടുക്കിയിലെ UDF 3 മുതൽ 5 വരെ സീറ്റുകളാണ് പറയുന്നത്. അപ്പോൾ LDF പ്രവചിക്കുന്നത് 0 to 2 സീറ്റാണ്, അതായത് 0 മുതൽ 2 വരെ സീറ്റ്. ഇതെന്തൊരു വിരോധാഭാസമാണ്. ഇടുക്കിയിൽ റോഷി അഗസ്റ്റിനെ പരാജയപ്പെടുത്താൻ സാധിക്കുമോ? ദേവികുളത്ത് UDF വിജയിക്കാൻ വേണ്ടി സാധിക്കുമോ? ഉടുമ്പൻചോലയിൽ UDF വിജയിക്കാൻ വേണ്ടി സാധിക്കുമോ? ദേവികുളത്തും ഈ പറഞ്ഞ തൊടുപുഴയിലെ കാര്യം ശരിയാണ്. പീരുമേടിലും ഈ പറഞ്ഞ തൊടുപുഴയിലും മത്സരമുണ്ട്. ഈ 2 സ്ഥലത്തൊഴിച്ച് ബാക്കി ഇടുക്കിയും ദേവികുളവും ഉടുമ്പൻചോലയും ഏകപക്ഷീയമായിട്ട് ഞാൻ ഇപ്പോഴും നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും അത് LDF അനുകൂലമായിട്ട് നിൽക്കുന്ന സ്ഥലം തന്നെയാണ്. ഇടുക്കിയിൽ ഒരുപക്ഷെ റോഷി അഗസ്റ്റിന് കനത്ത മത്സരം കാഴ്ചവെക്കാൻ സാധിക്കുമായിരുന്നു ജോയി വെട്ടിക്കുഴി എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നെങ്കിൽ. പക്ഷെ ജോയി വെട്ടിക്കുഴിക്ക് പകരം റോയ് കെ പൗലോസ് എന്ന് പറയുന്ന മുൻ DCC പ്രസിഡന്റിനെയാണ് അവിടെ സ്ഥാനാർത്ഥിയായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത്. മെയ് മാസം 4-ാം തീയതി രാവിലെ 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിച്ചു കഴിഞ്ഞാൽ 8:30 കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിരിക്കും ഈ പറഞ്ഞ റോയ് കെ പൗലോസ് എന്ന് പറയുന്നത്. അവിടെ നമ്മൾ നേരെ എറണാകുളത്തേക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക് എറണാകുളത്ത് 12 മുതൽ 14 സീറ്റുകൾ വരെ UDF 0 to 2 സീറ്റുകൾ LDF പ്രവചിക്കുന്നു. ഞാൻ പറയട്ടെ, നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്ന ഒരു സീറ്റുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം UDF വിജയിച്ച മണ്ഡലമാണ് തൃപ്പൂണിത്തറ എന്ന് പറയുന്നത്. തൃപ്പൂണിത്തറ ഇപ്രാവശ്യം ഉറപ്പായിട്ടും LDF വിജയിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കോതമംഗലത്തിൻ്റെ കാര്യത്തിൽ സംശയം വേണ്ട. പെരുമ്പാവൂരിൻ്റെ കാര്യത്തിൽ UDF പ്രതീക്ഷകൾ വേണ്ട. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ കളമശ്ശേരിയിലൊക്കെ മത്സരം നടക്കുന്നുണ്ടെന്ന് പറയാം. ഈ പറഞ്ഞ കൊച്ചിയിലും മത്സരം നടക്കുന്നുണ്ടെന്ന് പറയാം. ഈ പറഞ്ഞ വൈപ്പിനിൽ LDF സീറ്റായിരുന്നു, വൈപ്പിനിലും കനത്ത മത്സരം നടക്കുന്നുണ്ട്. പക്ഷേ ഞാൻ പറയട്ടെ, കോതമംഗലവും അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ തൃപ്പൂണിത്തറയും ഒക്കെ ഉറപ്പായിട്ടും LDF വിജയിക്കാൻ പോകുന്ന മണ്ഡലങ്ങളാണ്. ഈ മണ്ഡലങ്ങളിലൊന്നും ശക്തമായ മത്സരങ്ങൾ പോലുമില്ല. അത് LDF വളരെ അനുകൂലമായിട്ട് നിൽക്കുന്ന സ്ഥലങ്ങളാണ്. ബാക്കി ഞാൻ പറഞ്ഞിട്ടുള്ള ഈ പറഞ്ഞ കൊച്ചി ആയിക്കൊള്ളട്ടെ, കളമശ്ശേരി ആയിക്കൊള്ളട്ടെ, ഈ പറഞ്ഞ വൈപ്പിനായിക്കൊള്ളട്ടെ, ഇവിടെയൊക്കെ കനത്ത മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ പരിശോധിക്കേണ്ടത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശൻ മത്സരിക്കുന്ന പറവൂരിൽ അതിശക്തമായ മത്സരമാണ് നടക്കുന്നത്. നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു കഥയായിരിക്കും, അല്ലെങ്കിൽ ഒരു വാർത്തയായിരിക്കും ഒരുപക്ഷെ മെയ് മാസം 4-ാം തീയതി പറവൂരിൽ നിന്ന് ഉണ്ടാവുക എന്ന് പോലെ നമുക്ക് സംശയിക്കാതിരിക്കാൻ വയ്യാത്ത സാഹചര്യങ്ങളുണ്ട്. അവിടെ നിന്ന് നമ്മൾ എറണാകുളത്ത് നേരെ നമ്മൾ തൃശ്ശൂരിലേക്ക് വരുന്ന സമയത്ത് ഇതിനിടയിൽ നമ്മൾ പത്തനംതിട്ട പറഞ്ഞു പോയിട്ടില്ല. പത്തനംതിട്ടയിൽ UDF പറയുന്നത് 3 മുതൽ 5 വരെ സീറ്റുകളും LDF പറയുന്നത് 0 മുതൽ 2 സീറ്റുകൾ വരെയാണ്. മലയാള മനോരമ എത്രത്തോളം മെനക്കെട്ടിട്ടും മലയാള മനോരമ UDF ആ ഒരു ഭൂരിപക്ഷത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല എന്ന് വേണം നമ്മളിവിടെ കാണാനായിട്ട്. കാരണം കോന്നിയിൽ ജനീഷ് കുമാറിനെ പരാജയപ്പെടുത്താനായിട്ട് സാധിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണോ സതീഷ് കൊച്ചുപറമ്പിൽ എന്ന് പറയുന്നത്? പ്രമോദ് നാരായണനെ റാന്നിയിൽ പരാജയപ്പെടുത്താൻ ശേഷിയുള്ള ഒരു സ്ഥാനാർത്ഥിയാണോ ഈ പഴകുളം മധു എന്ന് പറയുന്നത്? ഈ പഴകുളം മധുവും ഈ പറഞ്ഞ സതീഷ് കൊച്ചുപറമ്പിലും കൂടെ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയുടെ വേദിയിൽ വെച്ച് തന്നെ പരസ്പരം കവളത്തടിക്കാൻ വേണ്ടി പരിശ്രമിച്ച ആളുകളല്ലേ, തല്ലുകൂടാൻ വേണ്ടി ശ്രമിച്ച ആളുകളല്ലേ? ഈ പഴകുളം മധുവിനൊക്കെ ആരെങ്കിലും റാന്നിയിൽ വോട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നുണ്ടോ? തിരുവല്ലയിൽ പിന്നെ വർഗീസ് മാമൻ എന്ന് പറയുന്നൊരു സ്ഥാനാർത്ഥിയാണുള്ളത്. അദ്ദേഹത്തെ തോൽപ്പിക്കാനായിട്ട് അവിടെ ജോസഫ് എം പുതുശ്ശേരി തന്നെ ഉണ്ട്. കാരണം ജോസഫ് എം പുതുശ്ശേരിക്ക് വേണ്ടി തീരുമാനിച്ചു വെച്ചിരുന്ന സീറ്റാണ് തിരുവല്ല സീറ്റ്.
ആ തിരുവല്ല സീറ്റ് മോൻസ് ജോസഫിനെയും പി എ ജോസഫിനെയും അപ്പു ജോസഫിനെയും ഒക്കെ മണിയടിച്ചിട്ടാണ് ജോസഫ് എം പുതുശ്ശേരി എന്ന് പറയുന്ന വികലാംഗനായ ഒരു മനുഷ്യൻ, അതായത് UDFന്റെ എല്ലാ പരിപാടികളിലും ഏന്തി വലിഞ്ഞ് തൻ്റെ കാല് വയ്യാഞ്ഞിട്ടും എല്ലാ പരിപാടികളുടെയും മുൻപന്തിയിൽ എത്തി നിൽക്കുന്ന ഈ ജോസഫ് എം പുതുശ്ശേരിയെ മാറ്റി നിർത്തിക്കൊണ്ടാണ് അവിടെ വർഗീസ് മാമനെ സ്ഥാനാർത്ഥിയാക്കിയിട്ടുള്ളത്. ആ വർഗീസ് മാമന് വിജയിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അവിടെ മാത്യു ടി തോമസ് ഇപ്പോഴും ശക്തനായിട്ട് നിൽക്കുകയല്ലേ. അപ്പോൾ അങ്ങനെ മാത്യു ടി തോമസിനൊന്നും തിരുവല്ല അട്ടിമറിക്കാൻ സാധിക്കുമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതിന് അസാധ്യമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെയുള്ളത് ആറന്മുളയിലാണ്. ആറന്മുളയിൽ കനത്ത മത്സരം നടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തന്നെയും അവസാന നിമിഷം ആറന്മുളയിൽ ആര് വിജയിച്ച് കയറും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വീണ ജോർജ് തന്നെ അവിടെ വിജയിച്ച് കയറും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പിന്നെ ഇവരെവിടെ നിന്നാണ് ഈ 5 സീറ്റിൽ 3 സീറ്റ് UDFന് പ്രിഡിക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണ്. പിന്നെ അവിടെ നിന്ന് നമ്മൾ ഇനിയിപ്പോൾ എറണാകുളം കഴിഞ്ഞ് തൃശ്ശൂരിലേക്ക് എത്തിക്കുമ്പോഴത്തേക്ക് UDFന് 2 മുതൽ 4 വരെ സീറ്റുകൾ, 9 മുതൽ 11 വരെയുള്ള സീറ്റുകൾ, NDAക്ക് 0 മുതൽ 1 സീറ്റുകൾ വരെ. ഈ പറഞ്ഞ ഒരു കണക്ക് ഏകദേശം ഒരു കറക്റ്റാണ്, ഒരു യാഥാർത്ഥ്യ ബോധത്തോടു കൂടി തന്നെ ഉള്ളതാണ്. ഒരുപക്ഷെ 2 മുതൽ 4 വരെ എന്ന് പറയുമ്പോഴത്തേക്ക് ഇരിങ്ങാലക്കുട, പക്ഷേ ഇരിങ്ങാലക്കുടയിലൊക്കെ തോമസ് ഉണ്ണിയോടനാണ് സ്ഥാനാർത്ഥി, അതുകൊണ്ട് തന്നെ സാധ്യതകളില്ല. സനീഷ് ജോസഫിന്റെ കാര്യത്തിലൊക്കെ നമുക്ക് ചെറിയ സംശയങ്ങളാണുള്ളത്, പക്ഷേ എങ്കിൽ തന്നെ അവസാന നിമിഷങ്ങളിലൊക്കെ കയറി പോന്നേക്കാം. അത് കൂടാതെ പിന്നെ ഉള്ളത് മണലൂരാണ്. TN പ്രതാപനും മത്സരിക്കുന്ന മണലൂരിലാണ് ചെറിയ പ്രതീക്ഷകളുള്ളത്. അതിനപ്പുറത്തേക്ക് അത് ഇപ്പോൾ പറയുമ്പോഴത്തേക്ക് കനത്ത മത്സരം നടക്കുന്ന 3-4 മണ്ഡലങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് അവിടെ ഒരു 2 മുതൽ 4 വരെ സീറ്റുകൾ എന്ന് പറയുന്നത് ആ ഒരു കാൽക്കുലേഷൻ കറക്റ്റാണ്. പിന്നെ മലപ്പുറത്ത് 14 മുതൽ 16 വരെ എന്ന് പറയുന്നത് ഇപ്പോൾ UDFന് 16 സീറ്റുകളാണ് മൊത്തം ഉള്ളത്. അതിനകത്ത് 0 മുതൽ 2 വരെ സീറ്റുകൾ ഒരുപക്ഷെ LDFന്. അതും ഒരു യാഥാർത്ഥ്യ ബോധത്തോടു കൂടി തന്നെയുള്ള ഒരു കാൽക്കുലേഷനാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് വയനാടിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക് വയനാട്ടിൽ 2 മുതൽ 3 സീറ്റുകൾ വരെ UDFന് പറയുന്നത്, അതായത് മൊത്തം അവർക്ക് UDFനാണെന്ന് പറയുന്നത്. പക്ഷേ മാനന്തവാടിയിലൊക്കെ ഒരു കാരണവശാലും OR കേളുവിനെ പരാജയപ്പെടുത്താൻ വേണ്ടി സാധിക്കത്തില്ല എന്നുള്ള കാര്യം സത്യമാണ്. PK ജയലക്ഷ്മി തന്നെ കഴിഞ്ഞ ദിവസം നടത്തിയിരിക്കുന്ന പ്രസ്താവനയുണ്ട്. ഈ ബഹുമാനപ്പെട്ട പ്രിയങ്കരിയായ സ്ഥാനാർത്ഥി നിങ്ങളെ കോൺഗ്രസ്സുകാർ തന്നെ കാലുവാരാതെ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളാൻ പറഞ്ഞിരിക്കുന്ന സ്ഥലമാണ് ഈ വയനാട് എന്ന് പറയുന്നത്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കിക്കാണേണ്ട ഒരു സ്ഥലമാണ്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമ്മൾ പാലക്കാട് എന്ന് പറയുമ്പോഴത്തേക്ക് മൊത്തം 12 സീറ്റുകളാണുള്ളത്. ഈ 12 സീറ്റുകളിൽ 2 മുതൽ 4 സീറ്റുകൾ വരെ UDFന്, 8 മുതൽ 10 സീറ്റുകൾ വരെ LDFന്. ഇതും ഏകദേശം ഒരു സാമാന്യ യുക്തിക്ക് യോജിക്കുന്ന രീതിയിലുള്ള ഒരു പ്രൊഡിക്ഷനാണ്, അതിനകത്ത് സംശയമൊന്നുമില്ല. പിന്നെ അടുത്ത അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം കണ്ണൂരാണ്. 3 മുതൽ 5 വരെ സീറ്റുകൾ UDFനും 6 മുതൽ 8 വരെ സീറ്റുകൾ LDFനും. കണ്ണൂര് എന്ന് പറയുമ്പോഴത്തേക്ക് പേരാവൂർ ഒരു പക്ഷേ എന്ന് മാത്രമേ പറയാൻ പറ്റൂ, ഇരിക്കൂർ, ഇതിനപ്പുറത്തേക്ക് മറ്റൊരു മണ്ഡലം പിടിക്കും എന്ന് കോൺഗ്രസ്സുകാർ കരുതുന്നുണ്ടെങ്കിൽ അത് വെറുതെ ഒരു കാൽക്കുലേഷൻ മാത്രമാണ്. കണ്ണൂർ പോലും ഈ TO മോഹനൻ എന്ന് പറയുന്ന ആ സ്ഥാനാർത്ഥി മുൻ കോർപ്പറേഷൻ മേയറൊക്കെയാണ്. പക്ഷേ അദ്ദേഹത്തെ അവിടെ വിജയിക്കില്ല, അദ്ദേഹം വിജയിക്കില്ല. അവിടെ നിന്നുള്ള ഗ്രൗണ്ട് റിപ്പോർട്ട് അങ്ങനെയാണ്. ഒരു തരത്തിലും അദ്ദേഹത്തിന് അവിടെ വിജയസാധ്യത ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. 2 സീറ്റിന് മുകളിലേക്ക്, മാക്സിമമാണ് 2 സീറ്റിന് മുകളിലേക്കുള്ളൊരു സീറ്റ് ഒരു തരത്തിലും കണ്ണൂർ പോകില്ല എന്നുള്ളതാണ് പൊളിറ്റിക്കൽ റിയാലിറ്റി. അവിടെ നിന്ന് നമ്മൾ പിന്നെ കോഴിക്കോട്ടേക്ക് വന്നപ്പോഴത്തേക്ക് മൊത്തം 13 സീറ്റുകളാണുള്ളത്. 13 സീറ്റുകളിൽ 5 മുതൽ 7 വരെ സീറ്റുകളാണ് UDFന് പ്രവചിക്കുന്നത്. 6 മുതൽ 8 സീറ്റുകൾ വരെയാണ് LDFന് പ്രവചിക്കുന്നത്. ഞാൻ പറയുന്ന കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കോൺഗ്രസിന് കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിലായിട്ട് ഒരു സീറ്റ് പോലും ഇല്ലാത്ത ഒരു ജില്ലയാണ് ഈ കോഴിക്കോട് ജില്ല എന്ന് പറയുന്നത്. ആകപ്പാടെ അവിടുന്ന് മുസ്ലിം ലീഗിൻ്റെ 2 സീറ്റുകളാണ് അവിടുന്ന് വിജയിച്ച് സാധാരണ വരാറ്. ആ കോഴിക്കോട് ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ടായിരിക്കും ഈ പാവം പിടിച്ച മണ്ടന്മാർ ഒരുപക്ഷെ ഇത്രയും വലിയൊരു നേട്ടം UDF അവിടെ കൈവരിക്കുമെന്ന് പറയുന്നത്. പക്ഷേ നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും 2 അല്ലെങ്കിൽ 3 സീറ്റുകൾക്കപ്പുറത്തേക്ക് ഒരു തരത്തിലും കോഴിക്കോട് UDFന് യാതൊരു തരത്തിലുള്ളൊരു മുന്നേറ്റവും ഉണ്ടാകാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. അങ്ങനെ മുന്നേറ്റം ഉണ്ടാകുമായിരുന്നുവെങ്കിൽ MK രാഘവനെ പോലുള്ള ആളുകൾ അവിടെ മത്സരിപ്പിക്കണമായിരുന്നു. അതുകൊണ്ട് തന്നെ MK രാഘവനെ പോലുള്ള ആളുകൾ അവിടെ ഉള്ളിടത്തോളം കാലം മറ്റൊരു നേതാവ് അവിടെ നിന്ന് ഉയർന്നു വരാൻ വേണ്ടിയിട്ട് അവർ സമ്മതിക്കത്തില്ല എന്നുള്ളൊരു വസ്തുത നിലനിൽക്കുന്നതുകൊണ്ടും പറയാൻ വേണ്ടി സാധിക്കും. ഏറിപ്പോയി കഴിഞ്ഞാൽ 2-3 സീറ്റുകളിലേക്ക് കോഴിക്കോട് ജില്ലയിൽ കോൺഗ്രസിന്റെ UDFന്റെ അതിർക്കൻ്റെ മേളിലേക്ക് പ്രതീക്ഷിക്കേണ്ടത് നമ്മൾ. പിന്നീട് അവിടെ നമ്മൾ നേരെ വരുമ്പോൾ കാസർഗോഡ് നിന്ന് 1 മുതൽ 3 വരെ സീറ്റുകൾ UDFനും 2 മുതൽ 4 വരെ സീറ്റുകൾ LDFനും എന്നും പറയുന്നുണ്ട്. കാരണം ഇതിന് ചെറിയ ചെറിയ വിരോധാഭാസങ്ങളുണ്ട് എന്നുള്ള കാര്യം വസ്തുതയാണ്. അത് 2+3 LDFനാണെങ്കിലും മാറി മറിഞ്ഞും അങ്ങോട്ടും ഇങ്ങോട്ടും വരാനായിട്ടുള്ള സാധ്യതകൾ ഉള്ള ഒരു ജില്ലയാണ് നമ്മളുടെ കാസർഗോഡ് എന്ന് പറയുന്നത്. അവിടെയും ഈ 2-4 LDFന് കൊടുക്കുന്നതിലും എന്താ വെച്ചാൽ
അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. അതുകൊണ്ട് മനോരമയോട് പറയാനുള്ളത്, സീ വാട്ടർ സർവേയുടെ ആളുകളോട് പറയാനുള്ളത്, നിങ്ങൾ നടത്തിയ ഈ സർവേക്കകത്ത് എന്തെങ്കിലും ഒരു ആത്മാർത്ഥതയുണ്ടെങ്കിൽ നിങ്ങൾ ആ മെറ്റാ ഡാറ്റ ഷീറ്റ് ഒന്ന് പുറത്തേക്ക് വിടണം. അതൊരു എക്സൽ രൂപത്തിൽ വിട്ടാൽ മതി. കാരണം ആളുകളുടെ പേരൊക്കെ മറച്ചോളൂ. നിങ്ങൾ എവിടെയാണ് സർവേ നടത്തിയത്, ആരുടെ അടുക്കലാണ് സർവേ നടത്തിയത്, ഏതൊക്കെ നിയോജക മണ്ഡലങ്ങളിലാണ് സർവേ നടത്തിയത്, നിങ്ങളുടെ സർവേയുടെ ബേസ് എന്തായിരുന്നു എന്നുള്ള കാര്യം ഒന്ന് പുറത്തേക്ക് വിട്. അതല്ലെങ്കിൽ നിങ്ങൾ ഈ മലയാളികളുടെ സാമാന്യബോധത്തെ അല്ലെങ്കിൽ യുക്തിബോധത്തെയൊക്കെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മുഖത്ത് ഈ നാട്ടിലെ ജനങ്ങൾ കാർക്കിച്ചു തുപ്പുന്നത് ദിനങ്ങൾ അധികം വിദൂരമല്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കാം.